ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഒരു കുക്ക് വെയർ സെറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ടാക്കിൻ്റെ ഒരു 7 പീസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇത് മെയ്ഡ് ഇൻ തുർക്കിയാണ് വരുന്നത്. പിന്നെ ഞാനിത് ട്രെൻഡ്യോളിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുക്ക് വെയർ സെറ്റ് അൺബോക്സ് ചെയ്യണത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് ട്രെൻഡ്യോളിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബീച്ച് കളറായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. ആ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു പാനാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ ഫിക്സ് ആക്കിയിട്ടാണ് കേട്ടുള്ളത്. പിന്നുള്ള പാത്രങ്ങളൊക്കെ ഇതാ ഇതുപോലെ ഓരോന്നും ഓരോ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ അത്യാവശ്യം വെയിറ്റുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും യാതൊരു കേടുപാടും കൂടാതെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഫ്രൈ പാന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ അത്യാവശ്യം വലുതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെറ്റിൽ വേറൊരു കളറും കൂടെ കണ്ടിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ചെറിയ പാത്രം ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ലിഡ് വരുന്നത് ഗ്ലാസ്സിലാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ലിഡാണ് കേട്ടോ. അങ്ങനെ പിടിച്ചിട്ട് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ആ നോബ് ഫിക്സ് ആക്കിയ രീതിയിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് പിടിക്കാനുള്ള പാകത്തിനുള്ള വെയിറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ വെയിറ്റ് വരുന്ന പാത്രങ്ങളാണ് കേട്ടോ എപ്പോഴും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് പിന്നെ നേരത്തെ കാണിച്ച പാത്രത്തിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. ആ ഒരു ഷേപ്പിലൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. ഈ ഒരു പാത്രത്തിലൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ കുക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും ഗ്ലാസ് ലിഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉള്ള ലിഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെറ്റും എനിക്ക് ട്രെൻഡ്യോളിൽ നിന്ന് നല്ല കുറഞ്ഞ വിലക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ കുവൈത്തിലെ ഒരു 6.5 KDക്കാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ ശരിക്കത്തെ പ്രൈസ് 26 KDയോ 29 KDയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിലെ ഏറ്റവും വലിയ പാത്രം. അപ്പോൾ ഇതിൻ്റെ ലിഡിൻ്റെ മുകളിലുള്ള ആ ഒരു നോബൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അത് നമ്മൾ ഫിക്സ് ആക്കണം. ഇതും ഗ്ലാസിൻ്റെ തന്നെ നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. ഈ ഒരു പാത്രം നേരത്തെ കണ്ട ആ ഒരു പാത്രത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത്. ഇതിന് മറ്റേ പാത്രത്തിനേക്കാളും ആയം കുറവാണ്, വട്ടം കൂടുതലാണ് കേട്ടോ. മറ്റതിനൊക്കെ ഇങ്ങനെ ആയം കൂടുതലും വട്ടം കുറവല്ലേ. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഈ ഒരു പാത്രം ചിക്കന് പൊരിക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പാത്രങ്ങളൊക്കെ. ഈ ഒരു ലിഡിൻ്റെ നോബ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ ഈ ഒരു നോബ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. സാധാരണ ഇതുപോലത്തെ പാത്രത്തിൻ്റെ ലിഡിനൊക്കെ മുകളിൽ ആ നോബിൻ്റെ സൈഡിലായിട്ട് സ്റ്റീലിൻ്റെ ഒരു സാധനം വരുമല്ലോ. അതുകൊണ്ട് നമുക്കത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാവൂലേ. ഇതിന് അതില്ലാത്തതുകൊണ്ട് ഭയങ്കര എളുപ്പമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇത് വേണമെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാനും പറ്റും. പിന്നെ ഇടാനും എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു സെറ്റിൽ വരുന്ന പാത്രങ്ങൾ. ഈ ഒരു പാത്രത്തിൻ്റെ ലിഡ് തന്നെ ഈ ഒരു ഫ്രൈ പാനിന് യൂസ് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടില്ലേ, രണ്ടും ഒരേ അളവിലാണ് കേട്ടോ വരുന്നത്. 26 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇതാ ഈ ഒരു ഏറ്റവും ചെറിയ പാത്രമില്ലേ, അത് വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് വലുത് ഈ ഒരു പാത്രം ഉണ്ടല്ലോ, അത് വരുന്നത് 24 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളെ പോലെ ചെറിയ ഫാമിലിക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെറ്റിന് അധികം ട്രെൻഡ്യോളിൽ ഓഫർ കാണിക്കലുണ്ട് കേട്ടോ. ഞാൻ അധികം നോക്കുമ്പോൾ 10 KD ഒക്കെ കാണലുണ്ട്. ചില സമയത്ത് നല്ല കൂടിയിട്ടും കാണലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രെൻഡ്യോളിൽ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഇടയിൽ ഓഫറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ അധികം ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കൽ. ഉപ്പേരിയും കറിയൊക്കെ ഇതിൽ തന്നെയാണ് ആക്കൽ.
അപ്പോൾ ഏതായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒരുപാടായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വുഡൻ ടൈപ്പിൽ വരുന്ന ബ്രെഡ് ബോക്സ് ആണ് കേട്ടോ. നമ്മളെ ഹോം സെൻറ്ററിലും ഐക്യയിലൊക്കെ കാണുന്ന സമയത്ത് പ്രൈസ് നോക്കുമ്പോൾ 7KD 8KD അങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ടാവൽ. അപ്പോൾ ട്രെൻഡിയോളിന്ന് ഏതായാലും ഞാൻ ഭയങ്കര കുറഞ്ഞ പ്രൈസിനാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. വെറും 1.5KDക്കാണ്. അത്രയും കുറഞ്ഞ പ്രൈസ് കണ്ടപ്പോൾ ഞാനൊന്ന് നെട്ടിയിട്ടുണ്ടായിനി കേട്ടോ. കാരണം അത്രയും കുറഞ്ഞ പ്രൈസിന് ഈ ഒരു വുഡൻ ടൈപ്പിൽ വരുന്ന ബ്രെഡ് ബോക്സ് എവിടെയും കിട്ടൂല കേട്ടോ. പക്ഷെ പിന്നെ ആ ഒരു ഓഫർ ഞാൻ ഈ ഒരു ട്രെൻഡിയോളിൽ കണ്ടിട്ടില്ല. ഇനി അത്രക്കും സെയിലൊക്കെ നടക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. നല്ല സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കേടുപാടും കൂടാതെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ആദ്യം ഈ ഒരു ബ്രെഡ് ബോക്സ് ഒരു ബോക്സിലിട്ടിട്ട് പിന്നെ വേറൊരു ബോക്സിലിട്ട് ബബിൾ റാപ്പൊക്കെ ആയിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ബബിൾ റാപ്പിൻ്റെ ഇതിങ്ങനെ പൊട്ടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഇതാണ് കേട്ടോ നമ്മളെ ബ്രെഡ് ബോക്സ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് ഓപ്പൺ ആക്കി കൊടുക്കുക. ഇത് ബ്രെഡ് ബോക്സ് ആണെങ്കിലും ഞാൻ ഇതിൽ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതിൽ വെക്കാനും നമുക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമാണല്ലോ. പിന്നെ ഇത് കരാക്കാന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് കിച്ചണിലെ എയർ ഫ്രയറിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ ഒരു മണി പ്ലാന്റും പിന്നെ ഈ ഒരു ടീ പോട്ടും വെക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു 3 ടവലാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഇതെന്തിനാ വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ബ്രെഡൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ബ്രെഡൊന്നുമല്ലല്ലോ വെക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് നല്ല വിലക്കുറവിൽ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഈ ഒരു കുക്ക്വെയർ സെറ്റിൻ്റെയോ അല്ലെങ്കിൽ ബ്രെഡ് ബോക്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു പാത്രങ്ങളും ബ്രെഡ് ബോക്സൊക്കെ നിങ്ങൾക്കും കൂടെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.